ഹലോ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് സം സിലി ഷെയറിങ്സ്. എല്ലാവരും ഇത്ര ഹാപ്പി ആയിട്ട് ഹായ് ഒക്കെ പറഞ്ഞിട്ട് എങ്ങോട്ടാണ് പോണേന്നല്ലേ. ഇത് ഞാൻ കണ്ണൂർ വന്നതിന് ശേഷമുള്ള സീൻസാണ്. ആൻഡ് ടുഡേ വി ആർ ഹെഡിങ് ടു കണ്ണൂരിൻ്റെ സ്വന്തം പയ്യാമ്പലത്തു നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എത്തുന്ന നമ്മുടെ നീർക്കടവിലേക്കാണ്. ഈ നീർക്കടവിലേക്ക് എന്ന് പറയുമ്പോൾ തന്നെ കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഗസ്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്താണെന്ന്. യെസ്, ഇവിടുത്തെ ഏറ്റവും നല്ല സ്നാക്കിംഗ് സ്പോട്ട് അല്ലെങ്കിൽ അടിപൊളി ഈവനിങ് സ്നാക്സൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഒരു സ്ഥലം എന്നല്ല, ഇവിടെ നിരനിരയാഴ്ച ഇതുപോലത്തെ വേറെ സ്ഥലങ്ങളും ഉണ്ട്. ബട്ട് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടുത്തെ ബോട്ട് ഷേപ്പിലുള്ള ഒരു തട്ടുകടയാണ്. പേര് ബോട്ട് തട്ടുകട എന്നാണ്. ആൻഡ് ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഡിമാൻഡുള്ള ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ അരിക്കടുക്കയാണ്. അരിക്കടുക്ക ഓർ കടുക്ക കല്ലുമ്മക്കായി നിറച്ചതെന്ന് പറയും. ആൻഡ് ഇവിടെ കുറേ ആൾക്കാരിങ്ങനെ വന്നിട്ട് ഭയങ്കര തിരക്കാണ് ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട്. ഞങ്ങൾ വന്നപ്പോൾ ഈ ചേട്ടൻ ഇങ്ങനെ കടുക്കൊക്കെ ഉണ്ടാക്കാൻ ഇങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ. നിരനിരയായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആക്ച്വലി ഇതിൻ്റെ മുന്നിലുള്ള സെറ്റ്സൊക്കെ ഇങ്ങനെ തീർന്ന് പോകുന്നതാണ് കേട്ടോ. ഇവരിപ്പോൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ആ ഒരു സെറ്റൊക്കെ ഇങ്ങനെ തീർന്നു പോയതാണ്. നെക്സ്റ്റ് സെറ്റ് ഇവർ വെക്കുകയാണ്. ഇങ്ങനെ അടിപൊളിയായിട്ട് മാവെടുത്ത് മസാലയിൽ മുക്കി ഇങ്ങനെ പൊരിച്ചിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ആ നോക്കിയിരിക്കവേ ഞങ്ങൾക്ക് നല്ലോണം വിശന്നു. ആൻഡ് ഇവിടെ കടുക്ക മാത്രമല്ല, വേറെ കുറേ സ്നാക്സൊക്കെ ഉണ്ട്. പോണ്ട, പഴംപൊരി, കട്ട്ലേറ്റ്, പിന്നെ കുറേ റോൾസും പഫ്സും പത്തിരിയൊക്കെ ഉണ്ട്. ആൻഡ് ഫോർ ദ ടൈം ബീങ് ഞങ്ങൾക്ക് അത്രയും വിശപ്പ് സഹിക്കാഞ്ഞപ്പോൾ ഞങ്ങൾ വേറെ എന്തെങ്കിലും സ്നാക്കൊക്കെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ എല്ലാ സ്നാക്കും ഒന്നിനൊന്ന് അടിപൊളിയാണ്. എന്നാലും ഞങ്ങൾ ഓർഡർ ചെയ്തത് പൊരിച്ച മുട്ടയാണ്. യെസ്, മുട്ട പൊരിച്ചത്. ആൻഡ് ഇറ്റ് വാസ് സോ യം. അത് കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നു. ആ ചൂടോടെ കിട്ടുന്ന ആ ഒരു മുട്ട പൊരിച്ചത് അടിപൊളിയായിരുന്നു കേട്ടോ. ആൻഡ് ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, കടുക്ക പ്രിപ്പയർ ആയി വരണമെങ്കിൽ 15-20 മിനിറ്റ്സ് ആവുമെന്ന് പറഞ്ഞല്ലോ. അത്രയും നേരം ഞങ്ങളിങ്ങനെ കാത്തിരുന്നു. ആൻഡ് ഇവർ തരുമ്പോൾ ആ ചൂടോടെ തരും കേട്ടോ. ആ അടുപ്പിൽ നിന്ന് ഇങ്ങനെ എടുത്തു വെച്ച് അതേപോലെ തരും. ആൻഡ് ഇറ്റ്സ് ടെക്സ്ചർ ഇസ് സോ സ്മൂത്ത്. ആൻഡ് ആ ബൈറ്റ് എടുക്കുമ്പോഴൊക്കെ ഇല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കടുക്ക. കമ്പാരിറ്റീവ്ലി നല്ല വലിയ കടിക്കുമാണ് അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. നല്ല എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ആസ്വദിച്ചിട്ടൊക്കെ ഇങ്ങനെ കഴിക്കുകയാണ് ആ ചൂടോടെ. ആ ചൂട് ഏരിയൻ്റെ കൂടെ നല്ല ചൂട് മിൻറ്റിയും കൂടെ കഴിച്ചാൽ അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ആൻഡ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ കോഴിക്കോട് കിട്ടുന്ന ഈ ഷെല്ലോട് കൂടിയ കടുക്ക കുറച്ച് ഹാർഡാണ്. ആൻഡ് അത് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആൻഡ് നല്ല കടുക്ക ഫ്ലേവറൊക്കെ കിട്ടുന്നത് ഇതിലാണ് കേട്ടോ, ഈ കടുക്കയ്ക്കാണ്. ഞങ്ങളത് കഴിഞ്ഞിട്ട് കുറച്ച് ബീച്ച് ടൈമായിരുന്നു. ഞങ്ങൾ ഫാമിലി അടക്കമായിട്ട് വന്നതാണ്. 10-13 ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് എല്ലാവരും വന്ന് ഞങ്ങളുടെ കൂടെ 2 കുട്ടീസും ഉണ്ടായിരുന്നു. ആൻഡ് അവർ ബീച്ച് കണ്ടപ്പോൾ ഫുൾ അടിപൊളി കളിയായിരുന്നു. മണ്ണിലും വെള്ളത്തിലൊക്കെ ഇങ്ങനെ മറിഞ്ഞു കിടന്ന് കളി എന്നൊക്കെ പറയില്ലേ, അതുപോലെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും. ആൻഡ് കുറേ കാലത്തിന് ശേഷം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റും ഞങ്ങൾക്ക് കാണാൻ പറ്റി. ഞങ്ങൾ ഇത്രയും പേര് വന്ന ഈ ഒരു സ്നാക്കിംഗ് ഈവനിങ് ഔട്ടിംഗ് എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. വി റിയലി എൻജോയ്ഡ് എവറി ബിറ്റ്സ് ഓഫ് ഇറ്റ്. ദ ബീച്ച് ടൈം, ദ സ്നാക്ക് വാസ് സൂപ്പർബ്. Literally we enjoyed everything. It was a great time together.